വിശദമായ വാർത്തയിലേക്ക്. പാലക്കാട് ആൾക്കൂട്ടം തല്ലിക്കൊന്ന രാംനാരായണന്റെ കുടുംബം തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം കണ്ടു. ഭാര്യ ലളിത ഉൾപ്പെടെയുള്ളവരാണ് തൃശൂരിലെത്തിയത്. സെക്ഷൻ അടയാളപ്പെടുത്തിയിട്ടില്ല, അത് വ്യക്തമായി അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ അട്രോസിറ്റി ആക്ട് സർക്കാർ ഉൾപ്പെടുത്തണം. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല. 103(2) വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഇതാണ്. മുഴുവൻ കൊലയാളികളും 5 or 6 ആരൊക്കെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ കൊല ചെയ്യാൻ, ആ കൊലയാളികളെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ 2018 റെക്സിൻ പൂനെവാലെ കേസിലെ അതിൻ്റെ ഗൈഡ് ആൾക്കൂട്ട കൊലപാതകമാണത്. ആ ഗൈഡ് ലൈൻസ് കേരള പോലീസും ആവർത്തിക്കണം. അത് ക്രൈംബ്രാഞ്ചിന് കൊടുത്താലും ശരി, ആർക്ക് കൊടുത്താലും ശരി, റെക്സിൻ പൂനെവാല കേസിലെ ആ ഗൈഡ് ലൈൻ പ്രകാരം ആൾക്കൂട്ട കൊലയാളികളെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. അത് ക്രൈംബ്രാഞ്ച് ആയാലും ശരി, CBI ആയാലും ശരി, കേരള പോലീസ് ആയാലും ശരി, വളരെ ഇച്ഛാശക്തിയോടുകൂടി നടപടിയെടുക്കണമെന്നാണ്. ഈ കുടുംബത്തിന് നീതി ലഭിക്കണം. അതുമാത്രമല്ല, പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി ഈ ജനങ്ങളോടൊപ്പം തൃശ്ശൂരിലെയും പാലക്കാട്ടിലെയും ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ ഇവർക്ക് നീതി കിട്ടുന്നവരെ ഇവരുടെ കൂടെ ഉറച്ചു നിൽക്കും എന്ന് ആണ് പറയാനുള്ളത്. വിളയോടി വേണുഗോപാൽ വളരെയധികം ഇതുവരെ ഇല്ലാത്തൊരു കേസാണ് മൊബൈലിംഗ് എന്ന് പറയുന്നത്. ഉത്തരേന്ത്യ മാത്രം കേട്ടുപരിച്ചുള്ള കേസാണ്. അപ്പോൾ ആ കേസിൽ കേരളത്തിൽ കേരളത്തിൽ കൂടി കടന്നു വരികയാണ്. അപ്പോൾ ഇതിൽ വളരെ നേരിട്ട് തന്നെ സംസ്ഥാന സർക്കാർ കേസെടുക്കുന്നിടത്ത് പാലിക്കേണ്ട മര്യാദയായിരുന്നു. 5 പേര് പ്രതികളായി പിടിക്കപ്പെട്ടിട്ടും അതിൽ മൊബൈൽ ലിഞ്ചിങ് വകുപ്പ് ഉൾപ്പെടുത്താതെയാണ് ഇപ്പോഴും FIR ഇട്ടിട്ടുള്ളത്, റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനിയും ആവർത്തിക്കപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഇവിടെ പറയപ്പെട്ടതുപോലെ റെക്സിൻ പൂനെവാല കേസിന് ഗൈഡ് ലൈൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഈ കേസ് മൊബൈൽ ലിഞ്ചിങ് കേസാക്കി കേരള സർക്കാർ പരിഗണിക്കുകയും അതിന്റെ ഭാഗമായി നൽകപ്പെടേണ്ട കോമ്പൻസേഷൻ ഉണ്ട്. ആ കോമ്പൻസേഷൻ ഈ കുടുംബത്തിന് പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം. വളരെ ഇത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ബോഡി ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ കേരള സർക്കാർ പക്ഷേ അതിൽ നടപടിയിൽ ഉത്തരവാദിത്തം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്നത് അവർക്ക് കോമ്പൻസേഷൻ കിട്ടുന്നവരെ ഇവിടെ ബോഡി കൊണ്ടുപോകാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിലപാട് സ്വീകരിക്കുകയും ആ കുടുംബത്തിന് ആവശ്യമായ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ കേരളത്തിൽ സംഭവിച്ച ഒരു ഗുരുതരമായ വീഴ്ചയാണ്. ഒരു മൊബൈൽ ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ പൗരനും സുരക്ഷ കൊടുക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ വളരെയധികം വീഴ്ച സംഭവിച്ചു. കേരള സർക്കാരിന്റെ ഭാഗത്ത് സംഭവിച്ച വീഴ്ചയാണ്, പോലീസിന്റെ വീഴ്ചയാണ്. അത് പരിഹരിക്കേണ്ട പോലീസ് എടുക്കേണ്ട വകുപ്പുകളും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് മൊബൈൽ ലിഞ്ചിങ് കേസായി പരിഗണിച്ചുകൊണ്ട് തന്നെ സർക്കാർ അതിൽ വളരെ പെട്ടെന്ന് ഇടപെടൽ നടത്തിയിട്ട് FIR വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ നൽകുവാൻ തയ്യാറാകേണ്ടതുണ്ട്. ഇത് ഇങ്ങനെ മൊബൈൽ ലിഞ്ചിങ് കേസായാൽ തന്നെ ഇത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ആ ടീം രൂപീകരിച്ചുകൊണ്ട് തന്നെ ഈ കേസ് ഇനി കേരളത്തിൽ ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം. അതിനാണ് ഈ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഇവിടുത്തെ കുടുംബത്തിന്റെ നീതിയെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. ഇതിന് കളങ്കം വരുന്ന രൂപത്തിൽ സംഘപരിവാർ ശക്തി നടത്തിയിട്ടുള്ള ഈ മൊബൈൽ ലിഞ്ചിങ്ങിനെ അതേപോലെ തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് ഇനി മേലിൽ കേരളത്തിൽ ഇത് ഉണ്ടാവില്ലെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ, അതിന്റെ ഉത്തരവാദിത്ത ഭരണകൂടം രംഗത്ത് വരണമെന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി അതിൽ കൂടി എല്ലാവരും കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പേര് നിസാർ, അഡ്വക്കേറ്റ് നിസാർ എന്നാണ്. ഞാൻ ആക്ഷൻ കമ്മിറ്റി കൗൺസിലിന്റെ കൺവീനർമാർ ഒരാളാണ്. വെൽഫെയർ പാർട്ടി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. ഇത് വിളയോടി വേണുഗോപാൽ സാറാണ്. പാലക്കാട് ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഞാൻ അവിടെ പാലക്കാടിലെ വാളയാർ നീതി സമര സമിതി ഉണ്ടല്ലോ, അതിൻ്റെ ചെയർമാനാണ്. വാളയാർ കുട്ടികളിലെ, അതുപോലെ മധുവിൻ്റെ, അട്ടപ്പാടിയിൽ മധുവിൻ്റെ ആക്ഷൻ കമ്മിറ്റി, അങ്ങനെയുള്ള ജനകീയ നീതി. അപ്പോൾ പ്രത്യേകിച്ച് ബന്ധപ്പെട്ട ആധികാരികമായിട്ട്